ഇത് കേട്ടാൽ തോന്നുക കേരളത്തിൽ ആകെ നടന്നൊരു രാഷ്ട്രീയ കൊലപാതകം അത് മാത്രമാണെന്നാണ്. ഈ തിരുവനന്തപുരത്ത് 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു, മിഥിലാജും ഹക്കും. ഈ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വേദനയുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഷിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി കൊന്നത് നാദാപുരത്തല്ലേ? അതിൽ 7 പ്രതികളെ മുസ്ലിം ലീഗുകാരെ ശിക്ഷിച്ചത് ഇപ്പോഴടുത്താണ്. ഇങ്ങനെയുള്ള ആഘോഷമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ചോരയിലും കൊലയിലും പോലും നിങ്ങൾ ഈ ഇടത് വിരോധമല്ലേ കാണിക്കുന്നത്? ഇടതുപക്ഷക്കാരൻ വിരോധിച്ചാൽ കൊള്ളാം, കൊല്ലപ്പെട്ടാൽ കൊള്ളാം. അതിൽ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുകയാണ് മാധ്യമങ്ങൾ. ഇടതുപക്ഷക്കാരൻ്റെ ചോര വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നു. ചോരയിൽ വിഷം കലർത്തരുത്, മരണത്തിൽ വിഷം കലർത്തരുത്. ചില കൊലപാതകം അപലപനീയം, ചില കൊലപാതകം ആഹ്ലാദിക്കേണ്ടത് എന്ന നിലയിലല്ലേ മാധ്യമങ്ങൾ പലരും എടുക്കുന്നത്. ഞാൻ ഈ ആഘോഷമൊന്നും കണ്ടില്ലല്ലോ ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും മരണത്തിൻ്റെ സന്ദർഭത്തിൽ. ധീരജ് എന്നൊരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയല്ലേ കൊന്നത്? എൻ്റെ കുട്ടികൾ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. പ്രൈം ടൈം ചർച്ച ഉണ്ടായോ? നിങ്ങളുടെ ഈ പറഞ്ഞ ധാർമ്മിക രോഷം എവിടെയും കണ്ടില്ലല്ലോ അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ധീരജിൻ്റെ മറ്റേ കൊലപാതകികളെ സംരക്ഷിക്കും, ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞില്ലേ? കൊലപാതകി പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പേരെനിക്കറിയാം. നിങ്ങൾക്കും പറയാറില്ലെങ്കിൽ അറിയായിരിക്കും പേര്. ആ പ്രതി ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരകനായിരുന്നില്ലേ? ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചുമതലക്കാരനാക്കിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു CPM ആണ് ഇങ്ങനെ ചെയ്തത് എങ്കിൽ, KPCC പ്രസിഡന്റിന് പകരം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളെല്ലാം വെളിച്ചപ്പാടുമാരായിട്ട് മാറുമായിരുന്നില്ലേ? എന്തൊരു തരത്തിലുള്ള നഗ്നമായ പക്ഷപാതിത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ? ഓരോ കാര്യത്തിലെടുത്ത് നോക്കിയാൽ ഈ പക്ഷപാതിത്വം കാണിക്കല്ലേ? ഇടതുപക്ഷത്തിൻ്റെ അന്ത്യം കാണാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ആളുകൾ എങ്ങനെ വിചാരിച്ചാലും വിരോധമില്ല എന്നതാണ്. ഇടതുപക്ഷക്കാരൻ മരിച്ചാൽ അവരെ കൊന്നാൽ ഞങ്ങൾ മിണ്ടില്ല, മറ്റതാണെങ്കിൽ ആഘോഷമാക്കും. എല്ലാ അതിരും വിട്ടിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഇരട്ടത്താപ്പിൻ്റെ എല്ലാം കാരണം. ഈ ഇരട്ടത്താപ്പിൻ്റെ എല്ലാം കാരണം അതാണ്. ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം മാധ്യമങ്ങൾ നൽകിയ ചില പിന്തുണയെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതല്ല വസ്തുത. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കരിവന്നൂർ എത്രമാത്രം ആഘോഷിച്ചതാണ് അല്ലേ? EDയുടെ കേട്ടെഴുത്തുകാരും ആർപ്പുവിളി സംഘവുമായിരുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ? ED പറഞ്ഞു കൊടുക്കുക, 2 കൈകൊണ്ടും എഴുതിയെടുക്കുക, അത് പത്രത്തിൽ വാർത്ത കൊടുക്കുക, ടെലിവിഷനിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുക. എത്ര ദിവസം ആഘോഷിച്ചു? EDയുടെ ചിയർ ലീഡേഴ്സായിട്ടല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്? അവസാനം ആ EDക്ക് മുഖമടച്ച് ഒന്ന് കിട്ടി, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന മട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയപ്പോൾ കിടന്നില്ലേ ED? അപ്പോഴോ മാധ്യമങ്ങൾ വാർത്ത മുക്കി, നിങ്ങൾ മുങ്ങി. ഇങ്ങനെ ഇരട്ടത്താപ്പിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോഴത്തെ ഈ വയനാട്ടിൽ DCC ട്രഷറർ മകനും ആത്മഹത്യ ചെയ്തില്ലേ? ഒരു വരി വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ മറുപടി പറയാം. ഒരു വരി വാർത്ത കൊടുത്തോ? ഇങ്ങനെയാകുമായിരുന്നോ CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ടൊരു MLAയുടെ പേരും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നത്? KPCCയുടെ ഒരു സെക്രട്ടറി വയനാട്ടിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയോ? അറിയാത്തതിന് കടപ്പാട് ആരോടാ? നിങ്ങളോടാണ്. ഞാൻ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു, മാധ്യമങ്ങളോടാണ് കടപ്പാട്. അത് പുറത്തറിയാതെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചതിൽ എബ്രഹാം KPCC ജനറൽ സെക്രട്ടറിക്ക് പകരം CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കടന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയായിരിക്കുമോ നിങ്ങളത് കൈകാര്യം ചെയ്യുമായിരുന്നത്? ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്താൻ തോന്നുന്നു. അല്ല, മറ്റ് പ്രൊമോഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ.
ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സർക്കാരിനുള്ളതല്ലേ ഉദ്യോഗസ്ഥന്മാർ, പതിവായിട്ട് നടക്കുന്നതല്ലേ അത്. ആ ഉദ്യോഗസ്ഥന് ആക്ഷേപം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് നിങ്ങൾ എത്ര വേണമെങ്കിൽ ചകഞ്ഞ് നോക്കിക്കോളൂ. എത്ര ചകഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല. സർക്കാരിൻ്റെ സാധാരണ നടപടിക്രമം പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾക്കാർക്കും ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ അത്തരമൊരു കാര്യത്തിൽ ഇടപെടലുണ്ടായി എന്നുള്ളത്. എത്ര കാര്യക്ഷമമായും നീതിപൂർവകമായിട്ടും എക്സൈസ് പ്രവർത്തിച്ചു എന്നുള്ളതിൽ കാണിക്കേണ്ട. അത് അഭിനന്ദിക്കുന്നതിന് പകരം ഈ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കവിവാക്യം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അതിനി മാധ്യമപ്രവർത്തകരെ കൊതുകിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം വരരുത്. അതാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, എക്സൈസ് അക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന അഭിനന്ദനമൊന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് ഒരു അഭിനന്ദനവും കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. കല്ലേറ് മാത്രമേ കിട്ടൂ. അഭിനന്ദനം ആഗ്രഹിക്കുന്നില്ല. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദനം കിട്ടിയാൽ സൂക്ഷിച്ചോളണം, എന്തോ പെശക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം.